അപ്പൊ കൂട്ടുകാരെ ഇത് കേട്ടോ, മൊത്തം കോട കേട്ടോ, മഴയൊക്കെ പെയ്യുന്നുണ്ട്. എന്നാ പൊളിയാന്നറിയോ? എന്റെ പൊന്നെ, ഇത് കണ്ടോ, ഇത് എന്നെ രസമെന്നറിയാമോ? ഹായ് കൂട്ടുകാരെ, അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്യട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കാഴ്ചകൾ എന്ന് പറയുന്നത്, നമ്മൾ ഈ ഇളങ്കാടുന്ന് വാഗമണ് പോകുന്ന ഒരു വഴിയുണ്ട്. അത് ഇടയ്ക്ക് കുറേയൊക്കെ പണി നടന്നുകൊണ്ടിരിക്കട്ടെ, എങ്ങനെയാണെന്ന് അറിയത്തില്ല. അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം ഏതായാലും. അതായത് ഇത് കണ്ടോ, ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്, വല്യന്ത ഇളങ്കാട്. ഇളങ്കാട് ടോപ്പ് നേരെ കേട്ടോ. അതായത് ഞങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞ് ഈ വര കാണുന്ന വഴിയെ അങ്ങ് കയറി പോകാനാട്ടോ ഞങ്ങൾ ഇവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞത്. അപ്പോൾ നമുക്ക് വഴി എവിടം വരെ പോകാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ പോകുന്ന വഴിക്കുള്ള നല്ല നല്ല കാഴ്ചകൾ കണ്ടുകൊണ്ട് നമുക്ക് യാത്ര ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ വഴി ഇവിടെ നിന്ന് വളഞ്ഞാട്ടോ ഇനി നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്ന പോക്ക്. എങ്ങനെ പോകാം, എവിടം വരെ ചെല്ലും, ഈ വഴി നമ്മുടെ പാളിസ് കയറി പോകുമോ, ഇതൊന്നും അറിയത്തില്ല. ഏതായാലും നമുക്കൊന്ന് പോയി നോക്കാം. ചെല്ലുന്നോടം വരെ നമുക്ക് അങ്ങ് ചെല്ലാം. അതിന് നിലവിൽ കാലാവസ്ഥ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല വാഗമൺ ഭംഗിയാ കാണുന്നത്. മരങ്ങൾക്കിടയിലൂടെയുള്ള നമ്മൾ കയറിപ്പോകുന്ന വഴിയും അതിൻ്റെ താഴ്വാരത്തു കൂടി ഒഴുകുന്ന ചെറിയ അരുവിയും എത്രയൊരു മനോഹരമായ കാഴ്ചയാണ്. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ ടാറിങ് അങ്ങ് കഴിഞ്ഞിട്ടോ. അതുകൊണ്ട് ഇവിടെ വന്ന ആ റോഡിൻ്റെ ഇത് കണ്ടാൽ നമ്മൾ ആ റോഡ് അങ്ങ് കണ്ടിന്യൂ ഉണ്ടെന്ന് തോന്നുന്നു. കണ്ടോ, വരയൊക്കെ കണ്ടോ. ടാറിങ് ഇത് ഇവിടെ കഴിഞ്ഞിട്ടോ. ഇവിടെ ഒരു അമ്പലമുണ്ട്, ശ്രീ ഭദ്രകാളി ക്ഷേത്രം ഉണ്ട്. അപ്പോൾ ഇവിടം വരെ ഉള്ളൂ ടാറിങ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഓഫ് റോഡാട്ടോ. ഏതായാലും നമ്മുടെ വണ്ടി കയറി പോകുമെന്ന് നോക്കാം. വഴി വളരെ മോശമാണെന്ന് പറയാം. നമുക്കൊന്ന് കയറി പോയി നോക്കാം. ചെല്ലുന്നോടം വരെ ചെല്ലട്ടെ, ഇല്ലെങ്കിൽ നമുക്ക് തിരിച്ചു പോരാം. ഓക്കെ. അങ്ങനെ ബാബുചേട്ടൻ കുഞ്ഞുകുട്ടനെ ഫോട്ടോ എടുക്കൽ തുടങ്ങിയിട്ടുണ്ട്. അതേ ആ കാണുന്ന വഴിക്ക് നമുക്ക് കയറിപ്പോണ്ട്. ഇവിടെ ചെറിയൊരു വലരി പോകുന്നുണ്ട് കേട്ടോ. നല്ല നല്ല ഭംഗിയാണ്. അതുപോലെ ആ മലകൾ നോക്കി ഇവിടെ എല്ലാം ഇവിടേക്ക് ആൾതാമസമുള്ള തോന്നുന്നു. തെങ്ങൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ തെങ്ങ് കാണാനായിട്ട് ഇവിടെ ആൾതാമസം ഉണ്ടാവും സാധാരണ, നമുക്ക് അങ്ങനെ അനുമാനിക്കാം. അതുപോലെ കേട്ടോ, ഒരു പാറമട, ഒരു മതിയായ പാറമട കേട്ടോ. ഇത് ഇപ്പോൾ ഒന്നുമില്ല, അത് വർഷങ്ങളായിട്ട് നിന്ന് പോയേക്കുന്നതാണ്. അതൊക്കെ പാറ പൊട്ടിച്ച് വന്ന ആ ഒരു പ്രദേശം മൊത്തം അങ്ങ് തീർന്നു പോകുന്നു. ഇത് നമ്മുടെ വാഗമണിന് പോകാനുള്ള വഴിയാണ്. ഇത് ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്. കട്ട ഓഫ് റോഡാട്ടോ. മനോഹരമായ കാഴ്ചകൾ പതിയിരിക്കുന്ന വല്യന്ത വാഗമൺ റോഡ് ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്. അതൊക്കെ അധികം താമസിയാതെ റെഡിയാവും കേട്ടോ. അപ്പോൾ നമ്മൾ ആ പോകുന്ന വഴിക്ക് ഇങ്ങനെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ ധാരാളമുണ്ട്. അതൊക്കെ കണ്ടുള്ള ആ പോക്കുകൾ നമുക്ക് എന്തൊരു സന്തോഷമായിരിക്കും. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ കയറി വന്ന വഴിയാട്ടോ ഈ കാണുന്നത്. ഇതുണ്ടോ, ഈ താഴെ കാണുന്നത്. അതുപോലെ നമ്മൾ ഇതൊക്കെ കയറി വന്നപ്പോൾ ഇതുപോലെ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം മഴ കുറവായതുകൊണ്ട് വെള്ളം കുറവാണ്. നല്ല അടിപൊളിയാട്ടോ. അത് എന്ത് ദൂരെന്നാണ് വരുന്നതെന്ന് അറിയാം ഈ വെള്ളമൊക്കെ. നല്ല നല്ല അടിപൊളി കാഴ്ചകളാട്ടോ. വണ്ടിയൊക്കെ കയറി വരാൻ റോഡിന്റെ അവസ്ഥ മൊത്തം മിറ്റില് സോളിങ് നിരത്തിയിട്ടേക്കുവാ. നിരത്തി ഈ വണ്ടിയൊക്കെ കൂടി കുറേ പറഞ്ഞു പോയിട്ടുണ്ട്. അതുപോലെ ബാക്ക് വീല് സ്കിഡ് ആവുന്നൊക്കെ ഉണ്ട്. ഈ മിറ്റിലെങ്ങനെ ഇളകി കിടക്കുന്നതുകൊണ്ടേ അപ്പോൾ ഇങ്ങോട്ട് കയറി വരുന്നത് രണ്ടും കൽപ്പിച്ച് കയറി പോരണം. പോന്നു, ഇല്ലെങ്കിൽ അവിടെ ഇടുക. അത് മാത്രമേ രക്ഷയുള്ളൂ. വളവും തിരിവൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ വീട് താമസമൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ ഉള്ളവരൊക്കെ ഈ വഴിയില്ലാത്തതിന്റെ പേരിൽ സൗകര്യം നോക്കിയൊക്കെ പോയി തോന്നുന്ന. ഇത് നല്ല അടിപൊളി ഏരിയ കേട്ടോ, അല്ലേ? കൊടിയൊക്കെ ഈ തണുപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടേ ഗ്രാമ്പു, റബ്ബറും ഉണ്ട്. പക്ഷെ റബ്ബർ അത്ര പോരാ. നാടൻ റബ്ബറാ, പഴയ റബ്ബറാ. ഇനി ഇത് നല്ല പറ്റിയ കാലാവസ്ഥയാണെന്ന് തോന്നേ. അല്ല, ഇവിടെ റോഡ് പണി എനിക്ക് തോന്നുന്നു ഇവിടെ തൊട്ട ഇവിടം വരെ ആയിട്ടുണ്ടെന്ന് തോന്നല്ലേ ഈ വണ്ടിയൊക്കെ കിടക്കുന്നത്. പഴയ കാലത്തെ നമ്മുടെ റോഡൊക്കെ പണിയാൻ നേരത്തെ റോഡിലെല്ലാം ഇതുപോലെ അട്ടിപൊട്ടിയിട്ടുണ്ടായിരുന്നു, അല്ലേ? ഇപ്പൊ ഓരോരുത്തരും കാണാൻ പോലും ഇല്ല ഇങ്ങനെ ഒരു സംഭവം, അല്ലേ? ഇത് ഇവിടെ മാത്രമേ വേറെ. പ്രകൃതിയെ സ്നേഹിക്കുകയും കാഴ്ചകൾ ഇഷ്ടപ്പെടുന്നവരുമാണോ? അപ്പോൾ ഉറപ്പായും ഈ വല്യന്ത വാഗമൺ വഴി തിരഞ്ഞെടുക്കാട്ടോ. അതായത് ഈ വഴി വരുന്നത് മുണ്ടക്കയിൽ നിന്നും കൂട്ടിക്കൽ വഴി വാഗമണ്. ഇത് കോട്ടയം, കാഞ്ഞിരപ്പള്ളി, എരുമേലി സൈഡിൽ നിന്നൊക്കെ വാഗമൺ പോകുന്നവർക്ക് ഏറ്റവും എളുപ്പ വഴിയാട്ടോ ഇത്.
ഇത് ടാറിങ് കഴിഞ്ഞാൽ അടിപൊളി വഴിയാണ്. നമുക്ക് അത്രയ്ക്ക് കാഴ്ചകളുണ്ട്. പച്ചപ്പുകൾക്കിടയിലൂടെ വളഞ്ഞു കുളഞ്ഞ് കയറി പോകുന്ന ആ മനോഹരമായ വഴികളൊക്കെ കാണാൻ ആർക്കാ ഇഷ്ടപ്പെടാത്തത്? ശരിക്കും ഒരു കാനന യാത്ര പോലെ നമുക്ക് ആസ്വദിച്ച് യാത്ര ചെയ്യാം ഈ വഴിയെ യാത്ര ചെയ്താൽ. വലിയ കയറ്റം കയറി മുകളിൽ ചെല്ലുമ്പോൾ ആശ്വാസമായി മലകൾ വെട്ടിയിറങ്ങി നിരന്ന ഒരു റോഡ് കാണുമ്പോൾ നമുക്ക് എന്തൊരു ആശ്വാസമല്ലേ, അതും ഇത്രയും കുന്നു കയറി ഇവിടെ എത്തുമ്പോൾ. അതുകൊണ്ട് ഏത് സമയം ഈ വഴി വാഹനം ബ്ലോക്ക് ആക്കാം. ഇപ്പൊ ഞായറാഴ്ച ആയതുകൊണ്ടായിരിക്കും കേട്ടോ. പണി കഴിഞ്ഞാൽ എല്ലാം ഒതുക്കിയിട്ടേക്കുന്ന. ചേട്ടാ ഇനി ചാറിങ്ങലേക്ക് ഒത്തിരി ദൂരം ഉണ്ടോ? ചാറിങ് 1.5 കിലോമീറ്റർ, 3.5. ഇതുപോലത്തെ വഴിയാണോ ഇത് മോശം? ഇതിലും ഇതുപോലത്തെ വഴിയാണോ ഇതിനെങ്കിലും? പുത്തൻ്റെ അറിയാ. ഓക്കെ ഓക്കെ. ആ താഴെ കാണുന്ന മലഞ്ചെരുവിൽ കൂടിയാണ് നമ്മൾ ഇത്രയും വലിയ കുന്നു കയറി ഈ റൂട്ടിൽ കൂടി ഇവിടം വരെ എത്തിയിരിക്കുന്നത്. ആ താഴെ കാണുന്ന കൂട്ടിക്കലിൻ്റെ ഇളങ്കാടിൻ്റെയൊക്കെ കാഴ്ചകൾ എത്ര സുന്ദരമാണ്. അതുപോലെ നമ്മൾ ഇങ്ങോട്ട് കയറി വരുന്ന വഴികളൊക്കെ ഇതൊക്കെ ടാർ ചെയ്താലാണ് ഇതിൻ്റെ ഭംഗി നമുക്ക് യഥാർത്ഥത്തിൽ ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ. ഏതായാലും നല്ല മനോഹരമായ വഴി. നോക്കിയാൽ നല്ല അടിപൊളി കോട കയറി വരുന്നല്ലേ. പെട്ടെന്ന് ഇങ്ങോട്ട് കയറി വന്നപ്പോ പെട്ടെന്ന് കാലാവസ്ഥ മാറി. അങ്ങ് ഇരുണ്ടല്ലേ. നമുക്ക് ഒരു ശകലടി മഴ പെയ്യാതെ കിട്ടിയാൽ മതിയായിരുന്നല്ലേ. ഇതുകൊണ്ടാ ഇപ്പൊ ഈ വഴി വലിയ കുഴപ്പമില്ല കേട്ടോ. ഇവിടെ നമുക്ക് കറങ്ങൂല. ഇനി ഉണ്ടെന്നല്ലേ പറഞ്ഞത് നമ്മള് ചോദിച്ചപ്പോ. ഇമാര് ഇങ്ങനെ പോകുന്നതാണ് ഇത് കേട്ടോ. വഴി ഇങ്ങനെ നശിപ്പിക്കുന്ന മൊത്തം വഴി അടിച്ചു പറിച്ച് കയറി പോകുന്ന. മഴ തുടങ്ങി. മഴ ഇനിയത്തെ അവസ്ഥ എന്തായിരിക്കും? ലക്കുണ്ട്. സമയം ക്ലിയർ ആയതായാലും. പക്ഷേ നമ്മള് താഴേന്ന് കയറി വന്ന വഴി ഇച്ചിരി ഉറച്ചായിരുന്നു. ഇവിടെ വന്ന് ഈ പുതിയ സോളിങ് ഇട്ടേക്കുന്നോണ്ട് വണ്ടി ഇല്ല, വണ്ടി ഓടിയേ പറഞ്ഞു. അതെ 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 അതെ. ഇവിടെ വണ്ടി കളിച്ചു പോയാൽ പോയിട്ടോ. പക്ഷെ വണ്ടി കറങ്ങുന്നുണ്ട് കേട്ടോ. ഇത് കുറച്ച് കണ്ടില്ല ആ കാർ അവന്മാരെ അങ്ങനെ കയറി പോകുന്നതാണ്. ഇത് ഈ അടിച്ചു പറഞ്ഞാൽ മര്യാദ കയറി പോവാണെങ്കിൽ ഒരു കുഴപ്പമില്ല. പിന്നെ പൊളിയല്ലേ. നമുക്കൊന്നും കൂടി പറയാം. ഇതൊരു വ്യൂ പോയിന്റ് പണിയതാണ്. വ്യൂ പോയിന്റ്. അതെ. നോക്കടാ കോട ഇറങ്ങിയാ. എന്താ മോനെ സ്റ്റൈല്. ഈ സൈഡല്ല ഇപ്പൊ താഴേന്ന് കയറി വന്ന് നമുക്ക് കാണത്തില്ല കേട്ടോ. നോക്കിക്കോടാ ഈ സൈഡല്ല. നമുക്ക് അതേ മഞ്ഞിറങ്ങി വരുന്നു. നമുക്ക് ആ മഞ്ഞത്ര കയറി എടാ ഇതാണ് നമ്മള് കണ്ട റിസോർട്ടെ അവിടെ എത്തിട്ടോ. താഴെ നോക്കി ഇതിന്റെ വഴി മഴ ഒരു കാര്യം മനസ്സിലായില്ലേ? ഇത്രയും വരെ നമ്മൾ കയറി വന്നിട്ട് ഇനി കയറിയില്ലല്ലോ. നമുക്ക് തിരിച്ചിറങ്ങിപ്പോ സ്റ്റൈലല്ലേ.
അങ്ങനെ നമ്മളതേ മഞ്ഞിന്റെ അത് കയറും കേട്ടോ. അതെ അതെ, ഒരു മിനി പൂഞ്ചറ പോലെ അല്ലേ? പൂഞ്ചിറന്നല്ല, എനിക്ക് വേറെ എന്തെങ്കിലും പറയാം കേട്ടോ. മറ്റേ വേറെ മറ്റേ വലകെട്ട്, വലകെട്ട് ചാറ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഇതുപോലെയായിരിക്കും കേട്ടോ. ഭയങ്കര ഭംഗിയല്ലേ വലകെട്ട്? ഇതിനാണ് ഭംഗി കൂടുതൽ. മൊബൈലിൽ ആ മഞ്ഞിന്റെ റോഡൊന്നും ഇത് അങ്ങോട്ട് ആ റിസോർട്ടിലേക്കുള്ള വഴിയായിരിക്കും. പഴയ വഴി ഇവിടം വരെ ആയിരുന്നു കേട്ടോ. എനിക്ക് നമ്മുടെ പഴയ ടാറിങ് കിടപ്പുണ്ട് കേട്ടോ. ആ, മുന്നോട്ടൊന്നും കാണത്തില്ല കേട്ടോ. മൊബൈലിൽ കാണാം. മൊബൈൽ ക്ലിയർ ആട്ടോ. നമുക്കൊന്നും കാണാം. റോഡൊക്കെ തിങ്ങി വീഴാണോ? നമ്മളിവിടെ എല്ലാം കയറി വന്ന് ഏകദേശം ഏറ്റവും ടോപ്പായപ്പോഴത്തേനും നമുക്ക് പുറത്തിറങ്ങാൻ പാടില്ലാത്ത ഭയങ്കര മഴയാട്ടോ നമുക്ക് കിട്ടിയത്. എനിക്ക് നല്ല മഞ്ഞും ഇവിടെയൊക്കെ റോഡൊക്കെ ടാറിങ് ഏകദേശമൊക്കെ ആയിക്കൊണ്ടിരിക്കുക. ഇവിടെ താഴേക്ക് കേട്ടോ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം മഴ എന്ന് പറഞ്ഞാൽ പോരാ, ശക്തമായ മഴയാണ്. അപ്പൊ കൂട്ടുകാരെ ഇത് കേട്ടോ, മൊത്തം കോട കേട്ടോ, മഴയൊക്കെ പെയ്യുന്നുണ്ട്. എന്നാ പൊളിയാന്നറിയോ? എന്റെ പൊന്നെ, ഇത് കണ്ടോ, ഇത് എന്നാ രസമെന്നറിയാമോ? എന്നാ അടിപൊളി, വാക്കുകളില്ല കേട്ടോ. ഇതിപ്പോ കാണത്തില്ല, നമ്മളെ ഡ്രോൺ പൊക്കാൻ പറ്റുന്നില്ല. അങ്ങനെ നമ്മുടെ ഈ നല്ല വഴിയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. നോക്കിയാ സൂപ്പർ കേട്ടോ. നമ്മളിപ്പോ എത്ര കിലോമീറ്റർ പോകുന്ന കാണും? ഒരു 12-13 കിലോമീറ്റർ ആയിട്ടുണ്ട്. 12 കിലോമീറ്റർ ഉണ്ടോ? എന്തായാലും നല്ലൊരു ട്രാവൽ എക്സ്പീരിയൻസ് നമുക്ക് ഈ ഒരു ട്രിപ്പിൽ കൂടിയാണ് നമുക്ക് കിട്ടിയേക്കുന്നത് കേട്ടോ. ഇവിടെ മഴയില്ലായിരുന്നെങ്കിൽ പൊളിച്ചേ. ഇനിയിപ്പോ എന്നാ മഴയെങ്കിലും പെയ്യുന്നത്. അതെ, രക്ഷപ്പെട്ടോ. നോക്കി എന്നാ കട്ടിക്കാ ടാർ ചെയ്ത് വെച്ചേക്കുന്നു. അപ്പോൾ കൂട്ടുകാരെ ഇതുണ്ടോ, ഇവിടെ ഒരു ട്യൂഷൻ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മുടെ എളങ്കാട് നിന്ന് ഇങ്ങോട്ട് വാഗമണ് വരുന്ന വഴിയാണ് ഇത്. ഇവിടെ കൊണ്ടാട്ടോ ടാറിങ്ങൊക്കെ തീരുന്നത് അങ്ങോട്ട് കയറി വരാൻ നേരത്ത്. അപ്പോൾ ഇതിവിടെ ഈസി ആയിട്ട് വരാമെന്ന് ആരും വിചാരിക്കണ്ട. ഇപ്പം ഞായറാഴ്ച ആയത് കാരണം അവർ എനിക്ക് തോന്നുന്നു വണ്ടിയൊക്കെ കടത്തി വിടാനുള്ള സൗകര്യം ഉണ്ടാക്കി കിട്ടാമെന്ന് തോന്നുന്നു. ബാക്കി ദിവസമൊക്കെ പണി നടക്കുന്നുണ്ട്. അപ്പോൾ അത്ര ഈസി ഒന്നുമല്ല ഇതിവിടെ കയറി വരവ്. വഴിയൊക്കെ അത്ര മോശം, ഞാൻ നമ്മുടെ വീഡിയോയ്ക്കകത്ത് കണ്ടായിരുന്നല്ലോ. ഇതിവിടെ നമ്മൾ കയറി വന്ന എനിക്ക് എന്നെ അടിപൊളിയാണ്. മഴയില്ലായിരുന്നേന്ന് നല്ല സൂപ്പറായിരുന്നു കേട്ടോ. ഒരു മഴ പെയ്തപ്പം ഇതാ മലയൊക്കെ എല്ലാം വെള്ളം ഒഴുകാൻ തുടങ്ങിയിട്ടുണ്ട്. മഞ്ഞായതുകൊണ്ട് ശരിക്കും കാണത്തില്ല. അത് നോക്കി മലകളൊക്കെ ഉണ്ടോ, പാറക്കെട്ടുകളാണ് അത് നീണ്ട് കിടക്കുന്ന. എത്ര അടിപൊളി കാഴ്ചയാണെന്നറിയാമോ? എന്താണെന്ന് പറഞ്ഞാൽ ഇത് ഒരു അടിപൊളിയാണ്. ഈ ടാറിങ്ങൊക്കെ കഴിഞ്ഞിട്ടാണ് ഇതിവിടെ വരാൻ നല്ല സൂപ്പറാട്ടോ. ഉണ്ടോ, ഈ വണ്ടി ഇപ്പം അങ്ങ് ഇറങ്ങിപ്പോയതാട്ടോ. തിരിച്ച് അങ്ങോട്ട് ഇറങ്ങി പോയില്ലാന്ന് തോന്നുന്നു. പിന്നെ ഇറങ്ങി പോകുവാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, മൊത്തം ഇറക്കുക. കയറി വരുന്നത് പ്രശ്നമാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഇത് തങ്ങൾപ്പാറയുടെ സൈഡിൽ കൂടെ ആട്ടോ ഈ റോഡ് പോകുന്നത്. മഞ്ഞായതുകൊണ്ട് നമുക്ക് ഇവിടെ ഒന്നും കാണത്തില്ല. അല്ല ഇവിടെ എന്താ തങ്ങൾപ്പാറയൊക്കെ കാണാമായിരുന്നു. റോഡിന്റെ ഭംഗി ഇതാണ് നമ്മുടെ വാഗമണ്ണിൽ റോഡിന്റെ ഭംഗി എന്ന് പറയുന്നത്. തേയിലത്തോട്ടങ്ങൾക്കിടയിൽ കൂടി പെട്ടെന്ന് കാലാവസ്ഥ പറയും. തേയിലത്തോട്ടങ്ങളുടെ ഇടയിൽ കൂടി ഇടിമിന്നലുണ്ട്. തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെ ആ അടിപൊളി ആ വ്യൂ. ഇടിമുഴക്കം, അതിനിടയ്ക്ക് ഇടിമുഴക്കം. ആദ്യമായിട്ട് ഇവിടെ ഇടിമുഴക്കം. അപ്പൊ കൂട്ടുകാരെ ഇതാട്ടോ മെയിൻ റോഡ്. അപ്പൊ നമ്മള് റോഡിൽ എത്തിയിരിക്കുക. കൂട്ടുകാരെ ഈ കാണുന്ന വഴി ഇത് വാഗമണ്ണിന്ന് ടൗണിൽ നിന്ന് വരുന്ന വഴിയാണ്. അതായത് ഏലപ്പാറ പോകുന്നത്. നമ്മൾ വന്ന വഴി ഇത് ഈ കാണുന്നതാണ്. ഇത് നമ്മൾ അതായത് തങ്ങൾപ്പാറ പോകുന്ന വഴിയാണ് നമുക്ക് ആ പുതിയ റൂട്ട് എന്ന് പറയുന്നത്. അതെ, ഇത് ഏലപ്പാറ പോകുന്ന വഴി. നല്ല അടിപൊളി കാഴ്ചകളാട്ടോ. എന്താണെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ടൂറിസ്റ്റുകളൊക്കെ ഇഷ്ടം പോലെയുണ്ട് ഇപ്പോൾ. അല്ലേ, ഇതിപ്പോൾ ഞായറാഴ്ച ആയത് കാരണം അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഈ വഴി എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ടാണ്. ഇത് ടാർ ചെയ്താൽ ഏതായാലും നല്ല അടിപൊളി ഫാമിലി ട്രിപ്പിന് പറ്റിയ ഒരു സ്ഥലമാണ്, വഴിയാണ്. ഒറ്റ ദിവസം നമുക്ക് എൻജോയ് ചെയ്യാം. അപ്പോൾ
അപ്പോൾ കൂട്ടുകാരെ ഇതേ നമ്മുടെ ഈ വാഗമണ്ണുള്ള ഒരു അടിപൊളി വഴിയുടെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കണ്ടു ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂറ്റിഞ്ഞ മഴ കേട്ടോ, മഴയത്ത് നിന്നാണ് എടുക്കുന്നത്. അപ്പോൾ അടുത്ത നല്ല കാഴ്ചകളുമായി കാണുന്നവരെ ബൈ ബൈ.